അശോകൻ വധക്കേസിൽ 8 RSS പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി. കേസിൽ തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി ഈ മാസം 15-ന് ശിക്ഷ വിധിക്കും. 2013 മെയ് 5-നാണ് CPM പ്രവർത്തകനായ അശോകനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകുന്നത്. ജിബിൻ, 15-ാം തീയതി കേസിൽ വിധി വരുമെന്നുള്ളതാണ് വാർത്ത. എന്താണ് കോടതി നടപടി? കാര്യങ്ങൾ പറയൂ. അക്ഷയ, 2013 മെയ് 5-ാം തീയതിയാണ് കാട്ടാക്കട സ്വദേശിയും പ്രാദേശിക CPM നേതാവുമായിട്ടുള്ള അമ്പലത്തിൻകാല അശോകൻ കൊല്ലപ്പെടുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 8 RSS പ്രവർത്തകരുൾപ്പെടെ 19 പേർ ഈ ഒരു സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ 15-ാം തീയതി തിങ്കളാഴ്ച തിരുവനന്തപുരം 6ാം സെഷൻസ് കോടതി ശിക്ഷ വിധിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതിയായി പറയുന്നത് ശംഭു എന്ന് പറയുന്ന ആളാണ്. ശംഭു എന്ന് പറയുന്ന ആൾ RSS പ്രവർത്തനം പ്രദേശത്തെ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഈ ശംഭുവുമായി തന്നെ പ്രദേശത്തുള്ള മറ്റൊരു യുവാവ് വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതിൽ ഈ ശംഭുവിനെതിരെയാണ് CPM നേതാവും CPM പ്രാദേശിക നേതാവ് കൂടിയായിട്ടുള്ള അശോകൻ നിന്നത്. ഇതിലുള്ള വൈരാഗ്യത്തിലാണ് അശോകനെ വീട്ടിൽ നിന്ന് ഇറക്കി വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഏകദേശം 11 വർഷത്തിന് ശേഷമാണ് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഈ 19 പേരെ കുറ്റക്കാരെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ 19 പേരിൽ 8 പേർ RSS പ്രവർത്തകരാണ്. അതുപോലെ ഒരാൾ മരിച്ചു പോവുകയും മറ്റൊരാളെ മാപ്പുസാക്ഷിയാക്കിയും കോടതി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എന്തായാലും 15-ാം തീയതി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ എന്തൊക്കെ ശിക്ഷയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളവരാണ് RSS പ്രവർത്തകർ. ഈ 8 RSS പ്രവർത്തകരും കൊലപാതകത്തിൽ നേരിട്ട് പ്രവർത്തകരാണ്. ഒന്നാം പ്രതി ശംഭു ഉൾപ്പെടെയുള്ള 8 പേരും 8 RSS പ്രവർത്തകരും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളവരാണ്. ഈ കേസിൽ അതായത് 19 പ്രതികളുള്ളതിൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ളവരിൽ RSS പ്രവർത്തകരില്ല. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരെയാണ് ഇപ്പോൾ ഈ 8 പേരെയാണ് RSS പ്രവർത്തകരായി പറയുന്നത്. മറ്റുള്ളവരെ, അതായത് ഈ മരിച്ചുപോയ ഒരാൾ അദ്ദേഹം RSS പ്രവർത്തകനായിരുന്നു എന്ന് പറയും. പക്ഷേ മരിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റൊരാൾ കേസ് ബാക്കി കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ ഏറ്റു പറഞ്ഞത് കൊണ്ട് അദ്ദേഹത്തെ മാപ്പുസാക്ഷിയാക്കി എടുത്തിട്ടുണ്ട്. ശരി, ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകുന്നത്. കാട്ടാക്കടയിലെ CPM പ്രവർത്തകനായ അശോകൻ വധക്കേസിൽ 19 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 8 പേരും RSSകാരാണ്. 8 RSSകാർക്കും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ട്. ശിക്ഷാവിധി 15-ാം തീയതി ആയിരിക്കും ശിക്ഷ വിധിക്കുക. 2013 മെയ് 5-നായിരുന്നു സംഭവം.